ഇറാൻ നേതൃത്വവുമായി ചർച്ചകൾ നടക്കുന്നുണ്ട് എന്ന ഡൊണാൾഡ് ട്രംപിന്റെ അവകാശവാദം അത് പൂർണ്ണമായും ഇറാൻ വിദേശകാര്യ മന്ത്രാലയം തള്ളി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇറാന്റെ ഊർജ്ജ നിലയങ്ങൾക്കെതിരെ സൈനിക നടപടികൾ 5 ദിവസത്തേക്ക് നിർത്തിവെക്കുന്നുവെന്ന ട്രംപിന്റെ പ്രഖ്യാപനത്തിന് പിന്നാലെയാണ് ഇറാന്റെ പ്രതികരണം വരുന്നത്. മെഹർ ന്യൂസ് ഏജൻസി ഇക്കാര്യം റിപ്പോർട്ട് ചെയ്യുകയായിരുന്നു. അമേരിക്കയുടെ വാദം സമയം നേടാനുള്ള അടവാണ് എന്നാണ് ഇറാന്റെ വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കുന്നത്. അതായത് യുദ്ധത്തിന്റെ ഗതി തിരിച്ചുവിടുക. ഇപ്പോൾ ചില കപ്പലുകളൊക്കെ, അമേരിക്കയുടെ യുദ്ധക്കപ്പലുകളൊക്കെ റിപ്പയറിങ്ങിന് വേണ്ടി, അറ്റകുറ്റപ്പണിക്ക് വേണ്ടി കയറ്റി എന്നുള്ള വാർത്തകളൊക്കെ പുറത്തു വരുന്നുണ്ട്. എണ്ണവില നിയന്ത്രിക്കുക എന്നുള്ള വളരെ പരമപ്രധാനമായ ഒരു കാര്യം കൂടി ട്രംപിന്റെ മുന്നിലുണ്ടായിരുന്നു. കാരണം അന്താരാഷ്ട്ര വിപണിയിൽ നേരത്തെ പറഞ്ഞ പോലെ $100 മുകളിലേക്ക് എണ്ണവില കുതിച്ചുപോയ പശ്ചാത്തലമുണ്ട്. ഒപ്പം കൂടുതൽ സൈനിക നടപടികൾ തയ്യാറെടുക്കുക എന്ന നീക്കവും വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. ഇതിനൊക്കെയാണ് ഇത്തരത്തിലുള്ള അവകാശവാദം ട്രംപ് നടത്തുന്നത് എന്നുള്ളതാണ്. അതായത് ഇത് ഇറാന്റെ ആരോപണമാണ്, വളരെ പ്രധാനപ്പെട്ട ആരോപണമാണ്. ഊർജ്ജ വില കുറയ്ക്കുക, ഒന്ന് സൈനിക പദ്ധതികൾ കൂടുതലായി നടപ്പിലാക്കുക, മറ്റൊന്ന് അറ്റകുറ്റപ്പണികൾക്കായി സമയം കൊണ്ടുവരിക. അജയ്, നമുക്കറിയാം യുദ്ധച്ചിലവ് എന്ന് പറയുന്നത് അമേരിക്കയിൽ തന്നെ വലിയ വിമർശനത്തിനിടയാക്കിയ പശ്ചാത്തലമാണ്. ഇറാൻ പറയുന്നത് വളരെ പ്രധാനമാണ്, ഞങ്ങളല്ല യുദ്ധം ആരംഭിച്ചത്, നിങ്ങളാണ്. ഇസ്രായേലും ഇറാനും, അമേരിക്കയും ചേർന്നാണ്. ഇവിടെ ഈ പറഞ്ഞ സ്ഥലത്ത് യുദ്ധത്തിൽ നിന്ന് പിന്മാറേണ്ട നിങ്ങളാണ്, പക്ഷേ ഞങ്ങളുമായി ചർച്ച ചെയ്യണമെന്നുള്ള വളരെ പ്രധാനപ്പെട്ട കാര്യമുണ്ട്. ഇവിടെ അമേരിക്കയും ചെന്നുപെട്ട പലവിധ പ്രതിസന്ധികൾ അതിജീവിക്കുക എന്ന ലക്ഷ്യം കൂടി ട്രംപിനുണ്ടാകാം ഈ ഇടവേളയുമായി ബന്ധപ്പെട്ട്. ഇറാൻ ഈ ആക്രമണം അവസാനിപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് പല രാജ്യങ്ങളും തങ്ങളെ സമീപിച്ചു എന്ന് ഇപ്പോൾ തന്നെ സ്ഥിരീകരിക്കുന്നുണ്ട്. എന്നാൽ അവരോടെല്ലാം തങ്ങൾ പറഞ്ഞ ഒരു മറുപടിയായി ഇറാൻ എടുത്തു കാട്ടുന്നത് തങ്ങളല്ല ഈ യുദ്ധം ആരംഭിച്ചത്, US-ഉം ഇസ്രായേലും കൂടി ചേർന്നാണ്. അപ്പോൾ അവരോടാണ് നിങ്ങൾ ചർച്ച നടത്തേണ്ടത് എന്നാണ് ആ രാജ്യങ്ങളോടെല്ലാം തങ്ങൾ മറുപടി പറഞ്ഞതായിട്ട് ഇറാൻ സൂചിപ്പിക്കുന്നത്. അതുതന്നെയാണ് ഇറാൻ പലപ്പോഴായി മാധ്യമങ്ങളോടടക്കം വ്യക്തമാക്കുന്ന ഒരു കാര്യവും. US-ഉം ഇസ്രായേലും ചേർന്നാണ് ഈ യുദ്ധം ആരംഭിച്ചത്, തങ്ങൾ അത് അവസാനിപ്പിക്കുന്നു എന്നേ ഉള്ളൂ എന്നാണ് അവർ പറഞ്ഞത്. ഇതിനെ തുടർന്ന് ശക്തമായിട്ടുള്ള ഒരു തിരിച്ചടികൾ അവർ പലപ്പോഴായി നടത്തിയിട്ടുണ്ട്. ഇപ്പോൾ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇറാന്റെ മിസൈൽ ഫെസിലിറ്റികളെല്ലാം നശിച്ചു എന്ന് പറഞ്ഞതിന് ശേഷമാണ് ഇറാൻ തങ്ങളുടെ ഏറ്റവും അത്യാധുനികമായിട്ടുള്ള 2 സ്റ്റേജ് ഇന്റർ ഗാലക്റ്റിക്കൽ ബാലിസ്റ്റിക് മിസൈൽ ഉപയോഗിച്ചുകൊണ്ട് ഇസ്രായേലിനകത്തുള്ള 2 നഗരങ്ങളിലേക്ക് ആക്രമണം നടത്തിയത്. അപ്പോൾ ഇതെല്ലാം വളരെ നിർണായകം തന്നെയാണ്. ഇപ്പോൾ US-ൻ്റേതായിട്ടുള്ള പ്രധാനപ്പെട്ട 2 യുദ്ധക്കപ്പലുകളാണ് ഇറാൻ തീരത്ത് സ്ഥിതി ചെയ്യുന്നത്. ഒന്ന് എബ്രഹാം ലിങ്കൺ എന്ന് പറയുന്ന വിമാനവാഹിനി കപ്പൽ, മറ്റത് ജെറാൾഡ് ആർ ഫോർഡ് എന്ന് പറയുന്ന കപ്പൽ. ഈ ജെറാൾഡ് ആർ ഫോർഡ് എന്ന് പറയുന്ന ഈ കപ്പലാണ് നിലവിൽ റിപ്പയറിങ്ങിന് വേണ്ടി മാറ്റിയിട്ടുണ്ട് എന്ന് US തന്നെ സ്ഥിരീകരിക്കുന്നത്. അതുപോലെ തന്നെ US-ൻ്റെ 5 വിമാനങ്ങൾ തകർന്നു എന്നുള്ള വാർത്തകൾ നേരത്തെ പുറത്തു വന്നിരുന്നു. എന്നാൽ ട്രംപ് ഇതിന് വിശദീകരണമായി പറയുന്നത് ഈ 5 വിമാനങ്ങൾ തകർന്നിട്ടില്ല, ഇത് നിലവിൽ സർവീസിങ്ങിനായി മാറ്റിയതാണ്, അത് വീണ്ടും ഈ യുദ്ധമുഖത്തേക്ക് തിരിച്ചു വരും എന്നാണ് ട്രംപ് നൽകിയിട്ടുള്ള ഒരു വിശദീകരണം എന്ന് പറയുന്നത്. അപ്പോൾ ഈ ജെറാൾഡ് ആർ ഫോർഡ് എന്ന് പറയുന്ന ഈ കപ്പൽ, അതുപോലെ 5 വിമാനം, ഇതൊന്നും ഇപ്പോൾ യുദ്ധമുഖത്ത് കാണാനില്ല, ഇതെല്ലാം സർവീസിന് മാറ്റി എന്നത് US നൽകുന്ന വിശദീകരണമാണ്. എന്നാൽ ഇറാൻ ആവർത്തിച്ച് പറയുന്നു ഇവയെല്ലാം നശിപ്പിച്ചിട്ടുണ്ട്, അതുപോലെ നിരവധി US സൈനികർ കൊല്ലപ്പെട്ടു, ചില സൈനികർ തങ്ങളുടെ കസ്റ്റഡിയിലാണ്, അവരെ തടവിലാക്കിയിട്ടുണ്ട് എന്നെല്ലാം ഇറാൻ പറയുന്നു. എന്നാൽ US-ൻ്റെ ഭാഗത്തു നിന്ന് ഇത്തരം സ്ഥിരീകരണങ്ങളൊന്നും ഉണ്ടാകുന്നില്ല. അപ്പോൾ എന്നാൽ യുദ്ധമുഖത്ത് അവരുടെ ആയുധ ശേഖരങ്ങൾ പഴയതുപോലെ സജീവമായി കാണുന്നുമില്ല. ഇപ്പോൾ ഇസ്രായേലാണ് കൂടുതലായി ഇറാനിലേക്ക് ആക്രമണം നടത്തുന്നത്. ടെഹ്റാനിലടക്കം ആക്രമണം നടത്തിയിട്ടുള്ളത് ഇപ്പോൾ നിലവിൽ കുറച്ച് മുൻപേ വരെ ആക്രമണം നടത്തിയത് ഇസ്രായേലാണ്. അമേരിക്കയുടെ ഭാഗത്തു നിന്നുള്ള ഒരു റിറ്റാലിയേഷൻ അത് പഴയതുപോലെ കാണുന്നില്ല. അപ്പോൾ ഇതെല്ലാമാണ് അമേരിക്ക ഒരു യുദ്ധമുഖത്ത് പരാജയപ്പെടുന്നു, അല്ലെങ്കിൽ അവരുടെ ആയുധ ശേഖരങ്ങൾ അത് കുറയുന്നു പശ്ചിമേഷ്യയിലുള്ളത് എന്നെല്ലാം ഒരു സൂചന നൽകുന്നത് ഇത് കാരണമാണ്. തീർച്ചയായും അതാണ് സാഹചര്യം. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.